യൂട്യൂബ് ചാനൽ. ഇന്നൊരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നുറുക്ക് ഗോതമ്പ് കൊണ്ട് എങ്ങനെ നമുക്ക് ലഡു ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക, എന്നാലേ ഞങ്ങളുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലഡു ഉണ്ടാക്കാതെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ലഡു ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്നുള്ളത് ഫസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നുറുക്ക് ഗോതമ്പ് വേണം, ബ്രോക്കൺ വീറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് വേണം, കുറച്ച് പഞ്ചസാര വേണം, ഏലക്ക പൊടിച്ചത്, അല്ലെങ്കിൽ പൊടിച്ച ഏലക്ക ഇല്ലെങ്കിൽ ഏലക്ക ആയാലും കുഴപ്പമില്ല. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് നെയ്യിൽ വറുത്തെടുത്തതുണ്ട്. പിന്നെ ഫുഡ് കളർ, ഇത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലഡുവിന് ഫസ്റ്റ് വേണ്ടത് നുറുക്ക് ഗോതമ്പാണ്. അത് ഞാനൊരു 1 കപ്പ് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിനാണ് 1 കപ്പ് അളവ് എന്നുള്ള രീതിക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷറിംഗ് കപ്പ് ഉണ്ടെച്ചാൽ അതിൽ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഈ കപ്പിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കപ്പിൽ 1 ഗ്ലാസ് എന്ന് പറയുമ്പോൾ 1 ഗ്ലാസ് ഗോതമ്പിന് 2 ഗ്ലാസ് വെള്ളം, 2.25 വരെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുപ്പ് ഓൺ ചെയ്ത് പാത്രം വെച്ചിട്ടുണ്ട്, പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പിന് 2 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. 2 കപ്പ് വരെ എടുക്കുന്നുണ്ട്. 2.25 വരെ പോവാം, പക്ഷെ ഒരുപാട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുഴഞ്ഞ പരുവാകും. അതുപോലെ ആവരുത്. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മോത്തിച്ചൂർ ലഡു ഉണ്ടല്ലോ, ചുവന്ന കളർ ചെറിയ ബൂന്തികളായിട്ടുള്ള ചുവന്ന ലഡു, ആ ഒരു ടൈപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് വെള്ളം ഒന്ന് തിളയ്ക്കണം, അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ശേഷം ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്, ഒരു റെഡ് കളറിന് വേണ്ടിയിട്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഞാൻ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം, ലോ ടു മീഡിയം. ഒരുപാട് ഹൈ ലെവലിൽ ഒരുപാട് ലോ ആവരുത്, മീഡിയത്തിൽ. വെള്ളം തിളച്ചതിലേക്ക് നമുക്ക് ഗോതമ്പിനിടാം. 1 കപ്പ് ഗോതമ്പാണ് ഇട്ടിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് വരണം. നമുക്കതിലൊന്ന് അടച്ചു വയ്ക്കാം, അടച്ചു വയ്ക്കാം. നമ്മൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര, അതായത് 1 കപ്പ് ഗോതമ്പിന്, നുറുക്ക് ഗോതമ്പിന് 1 കപ്പ് പഞ്ചസാര എന്നുള്ള രീതിക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ആണെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടിരിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇടുന്നുണ്ട്, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്, ടേസ്റ്റിനും സ്മെല്ലിന് വേണ്ടി. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. ഇനി അങ്ങനെ പൊടിച്ചതില്ല എന്നുണ്ടെന്ന് വെച്ചാൽ ഏലക്ക മാത്രമാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെന്തതിന് ശേഷം കാണാം എങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം വറ്റി വരുന്നവരെ ഇളക്കി കൊടുക്കണം. ഇത് കണ്ടില്ലേ, ഇത് കാണുമ്പോൾ കുഞ്ഞു കുഞ്ഞു ബൂന്തികളുടെ ഒരു ഷേപ്പ് പോലെയല്ലേ തോന്നുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൂന്തി കൊണ്ടല്ല എന്നുള്ളത് പറയാതെ ആരും വിശ്വസിക്കില്ല. ഇതൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച പഞ്ചസാര ഒന്ന് ആഡ് ചെയ്യാം.
അപ്പോൾ നമുക്ക് എടുത്ത് വെച്ച 1 കപ്പ് പഞ്ചസാര. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. തീ എപ്പോഴും കുറച്ചേ വയ്ക്കാവൂ. മീഡിയത്തിൽ വെച്ചാൽ മതിയാവും തീയ്. നമുക്ക് പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം ഇളക്കി കൊടുത്തിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ്. അത് ആഡ് ചെയ്തു. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ള് ഒന്ന് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതും കൂടി ഒന്ന് ആഡ് ചെയ്യാം. ഇതിന്ന് വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ബോൾസ് ആക്കാം. അപ്പം ഇത് ചൂടാറിയിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തേച്ചിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. നമുക്ക് കുറച്ച് കുഞ്ഞ് ബോൾസാണ്, ലഡ്ഡൂസാണ് ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ ഈ മോത്തിച്ചൂരി ലഡ്ഡു ഉണ്ടല്ലോ, കുഞ്ഞ് ബൂന്തിയുടെ ലഡ്ഡു, ആ ഒരു ടെക്സ്ചറാണ്. ഇതുണ്ടല്ലേ, കണ്ടാരെങ്കിലും പറയുന്നത് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. എങ്ങനെയുണ്ട് അരീന? സൂപ്പർ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടമാണ് നന്നായിട്ട്. അപ്പോൾ നമുക്കിതെല്ലാം ബോൾസ് ആക്കിയിട്ട് എടുത്ത് മാറ്റാം. ഇതിപ്പോൾ ലാസ്റ്റ് ബോളാകാൻ അത്ര തികയില്ല, കാരണം ബോൾസ് ആകുന്നതിന് മുമ്പേ ഇവിടെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അലീന എങ്ങനെയുണ്ട്? അലീന ടേസ്റ്റ് ഇഷ്ടമായ? അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം. ഒന്ന് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.